എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. പലരും ചോദിച്ചു എന്നോട് ന്യൂ ഇയർ എന്താ പരിപാടി എന്ന്. ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലുണ്ടാവുമെന്ന് പറഞ്ഞു. അതായത് ലൈഫിലുണ്ടായ കുറച്ച് പഠനങ്ങളിലൂടെയാണ് ഞാനിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനോടനുബന്ധിച്ചിട്ടുണ്ടായ കുറച്ച് റിയലൈസേഷൻ, കുറച്ച് തിരിച്ചറിവുകൾ. അപ്പോൾ അതിന് ഞാൻ കുറച്ച് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് വർഷങ്ങൾ വരും, വർഷങ്ങൾ പോവും, എണ്ണം മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ടെമ്പററി ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ സമയം അധികം സ്പെൻഡ് ചെയ്യുന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ന്യൂ ഇയർ ആണെങ്കിലും സൺഡേ ആണെങ്കിലും സ്ട്രൈക്ക് ആണെന്നുണ്ടെങ്കിലും വർക്ക് ചെയ്യുന്ന ഒരുപാട് കാറ്റഗറി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഫോർ എക്സാമ്പിൾ പോലീസ് ആവട്ടെ, മെഡിക്കൽ ഫീൽഡിലുള്ളവരായിക്കോട്ടെ, ആംബുലൻസ് ഡ്രൈവേഴ്സ് ആയിക്കോട്ടെ, ഈവൻ ഡ്രൈവേഴ്സ് ആയിക്കോട്ടെ, അങ്ങനെ പല കാറ്റഗറി ഉണ്ട്. വിട്ടുപോയൊരു ശ്രമിക്കണം. അപ്പോൾ നമ്മൾ എന്ത് റിയലൈസ് ചെയ്താൽ മതി, ടെമ്പററി ഹാപ്പിനെസ്സിൻ്റെ പിന്നാലെ പോവാതെ നമ്മൾ കുറച്ച് പ്രയോറിറ്റി നമ്മുടെ ലൈഫിന് കൊടുത്താൽ മതി. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ സ്വയം വിശ്വസിക്കണം. കാരണം മറ്റാരും കൂടെ ഇല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം. അപ്പോൾ നമ്മൾ നമ്മളെ ട്രസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഇമ്പ്രൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കാര്യം. തേർഡ് കാര്യം എന്ന് പറയുന്നത് നമ്മൾ എസ്കേപ്പിസം ഒഴിവാക്കുക. പല കാര്യങ്ങളും നമ്മൾ എസ്കേപ്പ് അടിക്കും. അത് ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫേസ് ചെയ്യാൻ റെഡി ആയാൽ മതി. തോൽവികളായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ അതെല്ലാം ഫേസ് ചെയ്യാൻ റെഡി ആയാൽ പിന്നെ നമ്മുടെ മൈൻഡ് അങ്ങനെ സെറ്റ് ആയിക്കോളും. പിന്നെ നമ്മൾ ഒളിച്ചോട്ടൊന്നുമില്ല, കാര്യങ്ങൾ വരുന്നു, ഫേസ് ചെയ്യുന്നു, മുന്നേറുന്നു. തോൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്നു, മുന്നേറുന്നു. ഓക്കെ, ഒരു കാര്യം ഉറപ്പിച്ചാൽ മതി, നമ്മുടെ ഉദ്ദേശം, ഇൻറ്റൻഷൻ എന്നുള്ളത് കറക്റ്റായിരിക്കണം, എത്തിക്കലായിരിക്കണം. ഓക്കെ, ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ സത്യത്തിൽ ഈ സൊസൈറ്റിയിൽ ഒറ്റയ്ക്കൊന്നുമല്ല. നമുക്ക് ചുറ്റും ഒരുപാട് സപ്പോർട്ടിംഗ് സിസ്റ്റം നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അത് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ നമ്മളൊന്ന് പഠിച്ചാൽ മതി. ഓക്കെ, മിസ്യൂസ് ചെയ്യരുത്, യൂട്ടിലൈസ് ചെയ്യരുത്. കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനുണ്ട്, അത് ചെയ്യും എന്നുള്ളതും നമ്മൾ ഉറപ്പ് വരുത്തണം. ഓക്കെ, ലാസ്റ്റ് പോയിൻ്റാണ് കർമ്മയിൽ വിശ്വസിക്കുക. നമ്മൾ എന്താണോ ചെയ്യുന്നത് നമുക്ക് തിരിച്ചു കിട്ടുന്നതാണ്. ഓക്കെ, അത് എത്ര ലേറ്റായിട്ടാണെന്നുണ്ടെങ്കിലും പല രീതിയിലാണെന്നുണ്ടെങ്കിലും അതങ്ങനെ തന്നെയാണ്. ഓക്കെ, ചെറിയ എക്സ്പീരിയൻസസ് ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. വർഷങ്ങൾ പോയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ന്യൂ ഇയർ റെസൊല്യൂഷൻസൊക്കെ ഒഴിവാക്കിയിട്ട് ലൈഫ് റെസൊല്യൂഷൻസ് ആക്കി മാറ്റുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.